പുല്ലുപൊടി കാര്യമായിട്ട് പ്രചാരത്തിൽ വന്ന സമയം നമ്മുടെ വീട്ടിലെത്തി 1, 2 പാക്കറ്റ്. ഇതുകൊണ്ട് പുട്ടുണ്ടാക്കുന്നു, ദോശ ഉണ്ടാക്കുന്നു, ഉപ്പുമാവ് ഉണ്ടാക്കുന്നു. ഇത് കഴിയണ്ടേ? ഇന്നിതിന്റെ കൊട്ടിക്കലാശാണ് കേട്ടോ. നമ്മൾ ഒരു അര ഗ്ലാസ് പുല്ലുപൊടി എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് 2, 3 ടീസ്പൂൺ നമ്മുടെ ഈ ഒരു ഗോതമ്പ് പൊടിയും കൂടി ഇട്ടിട്ട്, പിന്നെ ഇത്തിരി ടേസ്റ്റും ഫ്ലേവറും വരാൻ വേണ്ടിയിട്ട് ഇതിന് പ്രത്യേകിച്ച് വികാരമൊന്നുമില്ല. അപ്പോൾ നമ്മൾ കുറച്ച് മുളക് പൊടിയും കുഞ്ഞുള്ളിയും അതുപോലെ തന്നെ ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തു. ഒരു ദോശമാവിൻ്റെ പരുവത്തിൽ കേട്ടോ. എന്നിട്ട് അതങ്ങോട്ട് മാറ്റി വെച്ചിട്ട് നമ്മുടെ സാധാരണ നമുക്ക് ഒരു ചേരുവകളും ചേർക്കണ്ടാത്ത, എന്നാൽ വളരെ എളുപ്പമായിട്ട് മടിയുള്ള ദിവസങ്ങളിൽ നമുക്ക് വളരെ രുചികരമായിട്ട് ഭക്ഷണം കഴിക്കണം എന്ന് തോന്നുമ്പോൾ നമ്മുടെ കഴിക്കണ ആ ചമ്മന്തി ഉണ്ടല്ലോ, കടുക് പൊട്ടിച്ച് അതിൻ്റെ ഉള്ളിലേക്ക് കുറച്ച് വേപ്പിൻ്റെ ഇലയും പിന്നെ നമ്മുടെ ഈ സവോളയും ഈ ഒരു തക്കാളിയും മാത്രം ഇട്ട് കൊടുത്തിട്ട്, പിന്നെ പച്ചമുളക് വേണമെന്നുണ്ടെങ്കിൽ ഇടാം. ഞാനിവിടെ മുളക് പൊടിയാണ് ഇട്ടിട്ടുള്ളത്. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് വഴട്ടിയെടുത്ത് ഉടച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ അടിപൊളി ചമ്മന്തി റെഡി ആയിട്ടോ. എനിക്ക് ഇതൊരു മടിയനാണെന്ന് പറഞ്ഞാലും ഇവനൊരു മടിയനായി വിശേഷിപ്പിച്ചാലും ഏറ്റവും ഇഷ്ടമുള്ള ചമ്മന്തി ഇവനാണ്. അങ്ങനെ നമ്മുടെ ദോശ റെഡി, അതോടൊപ്പം തന്നെ നമ്മുടെ ഈ ചമ്മന്തി റെഡി ആയിട്ടുണ്ട് കേട്ടോ. പ്രോസസ്ഡ് ഷുഗർ ഒഴിവാക്കണം എന്നാണ് പറഞ്ഞിരിക്കണേ. അത് കാരണം കൊണ്ട് എനിക്ക് ചായയും കാപ്പിയൊന്നും കുടിപ്പിക്കാൻ ഇപ്പോൾ വലിയ താല്പര്യമില്ല കേട്ടോ. കാരണം ഇതൊക്കെ പഞ്ചസാര ഇട്ട് കുടിക്കാനേ എനിക്ക് ഇഷ്ടമുള്ളൂ. അത് കാരണം കൊണ്ട് നമ്മളിന്ന് കുറച്ച് ഹെൽത്തി ആയിട്ടൊരു സ്മൂത്തി ആവട്ടെ എന്ന് വിചാരിച്ചു. നമ്മുടെ മൂവാണ്ടൻ ഇങ്ങനെ ചറ പറന്നാണ് കാലത്ത് നമ്മുടെ മുറ്റത്ത് വീണ് കിടക്കുന്നത്. ഇവനെ വെച്ച് ഞാൻ എന്ത് ചെയ്യും ദൈവമേ എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുക. ജാം ആക്കുന്നു, മാങ്ങ ജ്യൂസ് ഉണ്ടാക്കുന്നു, സ്മൂത്തി ഉണ്ടാക്കുന്നു എന്ന് വേണ്ട, ഇവനെ വെച്ച് ഇനി ചെയ്യാൻ പാടില്ലാത്ത ഒരു പരിപാടികളും നമ്മുടെ വീട്ടിലില്ല കേട്ടോ. ഇന്ന് ഇത്തിരി വെറൈറ്റി ആയിട്ടുണ്ട്. ഞാനതിൽ ക്യാരറ്റും അതുപോലെ തന്നെ ആപ്പിളും ഇട്ടിട്ടുണ്ട്. ഇവ രണ്ടും നാളത്തേക്ക് ഇരുന്നാൽ കേടാവും. ഫ്രിഡ്ജിൽ കേടാവുമെന്ന് തോന്നുന്ന സംഭവങ്ങളൊക്കെ എടുത്തിട്ട് സ്മൂത്തി ആക്കുക എന്നുള്ളതാണ് നമ്മുടെ മെയിൻ ഉദ്ദേശം. എല്ലാം കൂടി അരിഞ്ഞ് നമ്മളിതാ ബ്ലെൻഡ് ചെയ്തെടുത്തപ്പോൾ ഡേറ്റ്സ് ഇട്ടടിച്ചതിരിക്കും, ഡേറ്റ്സ് ഇടാണ്ട് അടിച്ചത് ഭാഗ്യനുമായി. അങ്ങനെ അടിപൊളി ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു കേട്ടോ. നിങ്ങളും ട്രൈ ചെയ്ത് നോക്ക്, സംഭവം സെറ്റാണ്.